Hi friends, എല്ലാവർക്കും നീരുസ്ലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഖമാണെന്ന് നിങ്ങൾ സുഖമാണ് കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നതാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ? നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ 1.5 കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ബസുമതി റൈസ് വാഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ്. നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചരിയിട്ട് കൊടുക്കാം. ഗൈസ്, നമ്മളുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് റെഡിയായി വരുമ്പോൾ ഓയിലോ ലെമൺ ജ്യൂസോ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെജിറ്റബിൾ കുറച്ച് ഗാർലിക്, ഒരു ക്യാപ്സിക്കൻ, ഒരു സവാള, പിന്നെ ഒരു ക്യാരറ്റ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും വയ്ക്കാം. നമ്മളിപ്പോൾ എന്താ ക്യാരറ്റും ക്യാപ്സിക്കമാണ് വയ്ക്കുന്നത്. ഞാൻ ബീൻസ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വച്ചില്ല. നമ്മൾ ക്യാരറ്റൊക്കെ ക്യൂബ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ? ഇതേപോലെ വേണം നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കനാണിത്. ഇത് കണ്ടേ, സ്മാർട്ട് പീസസ് ആയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കിതൊക്കെ അറിയാമായിരിക്കും, എന്നാലും ജസ്റ്റ് ഫോർ ഫൺ. നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടി 4 മുട്ട നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ബോൺലെസ് ചിക്കനിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ സോയാ സോസ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സ് ആക്കി എടുക്കാം. നല്ല കിടുക്കാച്ചിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല കിടുക്കാച്ചിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനാണിത്. മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു പരുവ് എത്തുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. 10 മിനിറ്റാണ് നമ്മൾ റൈസ് വേവാനെടുത്ത സമയം. പിന്നെ അതാ നല്ല കിടുക്കാച്ചിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കിടുക്കാച്ചിയായിട്ട് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ.
നല്ല കിഡിലായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ. നല്ല സൂപ്പർ സ്മെല്ലാണ് അടിക്കുന്നത്. ഈ ക്യാമറാമാന് കുറച്ച് തകരാൻ വന്നിട്ടുണ്ട്. ചിക്കൻ ഓയിലിട്ടപ്പോൾ ക്യാമറാമാൻ്റെ കാലൊക്കെ തെറിച്ചു. നമ്മളെ ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എഗ്ഗ് റെഡിയാക്കി എടുക്കാം. വളരെ ശകലമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ നമ്മൾ അവരുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഗാർലിക്കിന്റെ നല്ല ചില്ല സ്മെല്ല് വരെയാണ്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ നമുക്കൊന്ന് അതിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമ്മളെ വെജിറ്റബിൾ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു സോയ സോസ് ഒഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ്. പക്ഷേ റെഡ് ചില്ലി സോസ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലാ വരുന്നുണ്ട് ഗൈസ്. കില്ല സ്മെൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം. നല്ലൊരു പരുവത്തിന് വേണം മിക്സ് ചെയ്യാൻ. നമ്മളെ റൈസ് ഇതാക്കി നല്ല കിടുക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും എഗ്ഗും ആഡ് ചെയ്യാം. കണ്ടില്ലേ ഗൈസ്, നല്ലൊരു സ്മെല്ലാണ് അടിക്കുന്നത്. നമ്മളിട്ട് കുറച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കിടുക്കാച്ചി നമ്മളെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുന്നു ഗായ്സ്. നമുക്കിനി ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഫാന്റാസ്റ്റിക് ആയിട്ടിരിക്കും ഗൈസ്. നമുക്ക് 2 സോസും കിടില. നമുക്ക് സാധാ സോസ്, സാധാ ടൊമാറ്റോ സോസ്. ഇതിൻ്റെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.